ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത താഴ്ചയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളതെങ്കിൽ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത അപമാനങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളതെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം സമയമാകുമ്പോൾ തക്ക സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾ കടന്നുപോയ താഴ്ചയ്ക്കനുസരിച്ച് ദൈവം നിങ്ങളെ ഉയർത്തും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. ഈ ഫെബ്രുവരി മാസത്തിന്റെ 2ാമത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ഈ മാസത്തിൽ ദൈവം നിങ്ങളെ നിങ്ങൾക്ക് താഴ്ചയല്ല, ദൈവം ഉയർച്ച തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എവിടെയൊക്കെ നിങ്ങൾ താഴ്ത്തപ്പെട്ടോ, എവിടെയൊക്കെ നിങ്ങൾ അപമാനിക്കപ്പെട്ടോ, എവിടെയൊക്കെ നിങ്ങൾ കുറ്റാരോപിതനാകപ്പെട്ടോ, അതിനൊക്കെ ഒരു മറുപടി ഈ മാസത്തിൽ ദൈവം തരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ ഈ ദൂതേറ്റെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്മാര്, ദൈവത്തിന്റെ മക്കൾ, അവരായിരിക്കാം ഏറ്റവും അധികം ശോധനയിലൂടെ കടന്നു പോകുന്നവർ. കാരണം ലോകത്തിൽ നീതിമാന്മാരായി ജനിക്കുന്നവരില്ല, നീതിമാന്മാരായി ജീവിച്ചവരില്ല. നീതിമാന്മാരെന്ന് പറയുന്നവരൊക്കെ അവരുടെ എല്ലാം ജീവിത വസ്ത്രത്തെ നോക്കിയാൽ കറപുരണ്ട തുണി പോലെയുള്ള അവരുടെ നീതിപ്രവൃത്തികളില്ല. എന്നാൽ യേശു എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ, അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ആ യേശു കടന്നുപോയ കഷ്ടതകൾ, ഒരു പാപവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ അവൻ കടന്നുപോയ കഷ്ടതകൾ, ശോധനകൾ, ക്രൂശുമരണം, ഹല്ലേലൂയ, നിന്ദകൾ, പരിഹാസങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത്. ആ ക്രൂശുമരണത്തിൽ ആ യേശു മരണത്തോളം താഴ്ത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ ഏറ്റവും ഉയർത്തിയെന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശു തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ, അല്ലെങ്കിൽ അവൻ എത്രമാത്രം താഴാമോ അത്രയും താന്നു. അതുകൊണ്ട് അവന്റെ ജീവിതം എന്നേക്കും ഒരു താഴ്ചയല്ലായിരുന്നു. ദൈവ സമയമായപ്പോൾ അവനെ ഉയർത്തിയപ്പോൾ ഏറ്റവും ഉയർത്തി. നിങ്ങൾ എത്രമാത്രം താഴ്ത്തപ്പെട്ടു അതനുസരിച്ചുള്ള ഉയർച്ച ദൈവം തരുന്നു. എത്രമാത്രം അപമാനിക്കപ്പെട്ടു അതനുസരിച്ചുള്ള മാന്യതയാണ് ദൈവം കരുതി വെച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ചാണ് കൂടുതൽ തെറ്റിദ്ധരിച്ച ആളുകൾ. യോസേഫ് എന്ന് പറയുന്ന ഭക്തനായി ജീവിച്ച മനുഷ്യൻ, അവനെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ അവന് കുറ്റവാളിയായി ജയിലിൽ കിടക്കേണ്ടി വന്നവന്. എത്രമാത്രം അപമാനിക്കപ്പെട്ടോ, ഏതൊക്കെ നാട്ടിൽ അപമാനിക്കപ്പെട്ടോ, ആ ദേശത്തെല്ലാം ദൈവം അവനെ മാനിച്ചു. ദൈവത്തിന്റെ വളരെ ഭക്തനായി ജീവിച്ച ഇയ്യോബ് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്, എല്ലാ കഷ്ടതകളെല്ലാം സംഭവിക്കുന്നത്? പക്ഷെ അതിന് മറുപടി കൊടുക്കേണ്ടത് അവനായിരുന്നില്ല, അവൻ കാത്തിരുന്ന ദൈവം തന്നെയായിരുന്നു. അതെ, നിങ്ങളുടെ കഷ്ടതയ്ക്കും നിങ്ങളുടെ ശോധനയ്ക്കും നിങ്ങൾക്ക് മറുപടി വേണ്ട, നിങ്ങൾക്ക് മറുപടി പറയാൻ കാണില്ലായിരിക്കാം, അതിന് പല മറുപടി ചോദിക്കുന്നുണ്ടായിരിക്കാം. മറുപടി വേണ്ട, പറയേണ്ടവൻ പറഞ്ഞോളും. ഹല്ലേലൂയ. ദൈവം മറുപടി തരുമ്പോൾ അതൊരു അത്ഭുതമായിരിക്കും, അതിനകത്ത് വലിയ മഹത്വം വെളിപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ശോധനകളെക്കുറിച്ചോ താഴ്ചയെക്കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ദാവീദിനെ ചോദ്യം ചെയ്തായിരുന്നു ഒത്തിരി പേര്, ഒത്തിരി സാഹചര്യങ്ങളിൽ അവൻ ചോദ്യം ചെയ്യപ്പെട്ടു. അവന്റെ കുടുംബത്തിൽ, അവന്റെ സഹോദരങ്ങൾ, അവന്റെ ഭാര്യ, അവന്റെ ഫാദർ ഇൻ ലോ, അവന്റെ സ്വന്തം മകൻ, ഇതെല്ലാം അവൻ കടന്നുപോയ ശോധനകൾ, അവന്റെ കൂട്ടുകാർ. പക്ഷെ അതിനെല്ലാം മറുപടി, ദൈവികമായ മറുപടികൾ ദൈവം കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ മറുപടി കാണുമ്പോൾ ആർക്കും ഒരു കാര്യം പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ മറുപടി ശ്രേഷ്ഠമായിരിക്കും. അതായത് നിങ്ങൾക്ക് തരാൻ പോകുന്ന മറുപടി ദൈവികമായ മറുപടിയായിരിക്കും. രാമേൻ പറഞ്ഞേ ആമേൻ. എനിക്ക് ദൈവം തരാൻ പോകുന്ന ഒരു മറുപടി അത് ദൈവികമായൊരു മറുപടി ആയിരിക്കും. അതൊരു ജ്ഞാപകമായിരിക്കും, അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും, ഒരു ഓർമ്മക്കുറിപ്പായിരിക്കും, അനേകർ ഓർത്തു വെക്കാനുള്ള സാക്ഷ്യമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. അവൻ മറയ്ക്കുകയും ഒളിപ്പിക്കുകയും സമയമാകുമ്പോൾ ഉയർത്തുകയും ചെയ്യും. അപ്പോസ്തലനായ പത്രോസ് തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തില് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തക്ക സമയത്ത് അവൻ ഉയർത്തും. അവൻ കരുതുന്നുണ്ട്, സമയമാകുമ്പോൾ നിങ്ങളുടെ ഉയർച്ച വരും.
നിങ്ങൾ താണിരുന്നാൽ മതി പ്രാർത്ഥനയോടെ. ആര് പ്രാർത്ഥിക്കുന്നു? ആര് ദൈവത്തിനായി കാത്തിരിക്കുന്നു? സമയമാകുമ്പോൾ അവരെ തേടി വരും ദൈവത്തിന്റെ അംഗീകാരങ്ങൾ, ദൈവീക ഉയർച്ചകൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് ആ ദൂത് കൈമാറുമ്പോൾ ഇതിനകത്ത് ഈ ദൈവശബ്ദം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, അതെ, നിങ്ങൾ ഈ കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ താഴ്ചയുടെ ദിവസങ്ങളുടെ നടുവിൽ ദൈവം എന്തിനാണ് അതിലൂടെ കടത്തിവിട്ടെന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കി തരും. അത് സകലം നിങ്ങളെ ചോദ്യം ചെയ്തവരോ നിങ്ങളെ പരാജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് കാണുന്നവരുടെ നടുവിൽ ഒരു സാക്ഷ്യം പോലെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. നിങ്ങൾ പറഞ്ഞു, ഈ ഫെബ്രുവരി മാസത്തിൽ ദൈവം എന്നെ ഉയർത്തും. ഹല്ലേലൂയ. എത്രമാത്രം ഞാൻ താണു, എത്രമാത്രം ഞാൻ കരഞ്ഞു, എത്രമാത്രം ഞാൻ വിലപിച്ചു, എത്രമാത്രം ഞാൻ വിഷമം അനുഭവിച്ചു, എത്രമാത്രം ഞാൻ ത്യാഗങ്ങൾ അനുഭവിച്ചു, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഈ യോബ് പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ മനസ്സിന്റെ ഭാരം ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ മനോവ്യസനത്തിന്റെ, എൻ്റെ കണ്ണുനീരിന്റെ ആ ഭാരം ആരെങ്കിലും ഒന്ന് അളന്നിരുന്നെങ്കിൽ, അത്രമാത്രം വ്യസനവും ഭാരവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് അറിഞ്ഞ് അതിന്റെ അളവും തൂക്കവും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ എൻ്റെ ഉയർച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിലാക്കി വെക്കും. ഞാൻ എത്രമാത്രം ഉഴന്നു പറഞ്ഞെന്ന് ദൈവം എണ്ണി വെച്ചിട്ടുണ്ട്. എനിക്ക് പോലും അറിയില്ല. എൻ്റെ കണ്ണുനീര് എത്ര പൊഴിച്ചെന്ന് ഞാൻ അറിയുന്നില്ല. ദൈവത്തിന് അതിന്റെ അളവുണ്ട്. ഈ ലോകത്തിൽ കണ്ണുനീര് മാത്രമേ ടെസ്റ്റ് ചെയ്യാത്ത ശരീരത്തിലെ ഈ ദ്രാവകമുള്ളൂ. അതിനെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാഭവുമില്ല. അതിനകത്ത് എന്തുണ്ടെന്നോ, അതിനകത്ത് രോഗമുണ്ടെന്നോ, അണുവുണ്ടെന്നോ, അല്ലെങ്കിൽ ഇത്ര അളവുണ്ടെന്നോ ഒന്നുമില്ല. അത് കർത്താവിന്റെ കയ്യിൽ മാത്രം. കർത്താവ് അതിനുവേണ്ടി ഓരോ മനുഷ്യനും വേണ്ടി ദൈവം സ്പെഷ്യലായിട്ട് എടുത്തു വെച്ചിരിക്കുക അവന്റെ കണ്ണുനീരിന്റെ അളവ്. നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ദൈവത്തിന്റെ തുരുത്തിയിൽ അങ്ങനെ ഒരു അളവുണ്ട്. നിങ്ങൾ കരഞ്ഞതിന്റെ എന്തിനെ കരഞ്ഞു, എത്രമാത്രം വിഷമിച്ചു, എത്ര വേദനിച്ചു, ഇതെല്ലാം കർത്താവിന്റെ അടുക്കലുണ്ട്. ആമേൻ. അതുകൊണ്ട് സമയമാകുമ്പോൾ, അതെ, ഈ മാസം ദൈവം നിങ്ങളെ ഉയർത്തട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ശൂന്യതകൾ ദൈവം മാറ്റട്ടെ, ദൈവം വഴികളെ തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെത്താൻ അവൻ താഴ്ത്തി, സമയമായപ്പോൾ ദൈവം അവനെ ഉയർത്തി. ദൈവം നിങ്ങളെ ഉയർത്തും. താണിരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, ഇന്നത്തെ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട കൂടി പ്രാർത്ഥിക്കുന്നു. അവർ എത്രമാത്രം അപമാനിക്കപ്പെട്ടോ അത്രമാത്രം അവർ മാനിക്കപ്പെടട്ടെ. എത്രമാത്രം താഴ്ചയിലൂടെ സഞ്ചരിച്ചോ അതിനനുസരിച്ചൊരു ഉയർച്ച ദൈവം അവർക്ക് നൽകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന മാസമായി മാസം തീരട്ടെ. ദൈവികമായ ഉയർച്ചയുടെ പടവുകൾ അവർ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവർക്കെതിരെ പിശാച് വിരിച്ച സകല വലകളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ. ദൈവികമായ വാഗ്ദത്തങ്ങളിൽ അവർ സഞ്ചരിക്കട്ടെ. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ സാന്നിധ്യം ഇവരെ കൈപിടിച്ച് നടത്തും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തക്ക സമയത്ത് കർത്താവ് ഉയർത്തും. കാത്തിരിക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. കുറെ പേർക്ക് നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.